ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 30 മുതലുള്ള തിരുവചന ഭാഗം. ഈശോ ജെറുസലേമിനെ കുറിച്ച് കരയുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ മുതലേ ഇസ്രായേൽ സമൂഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ജെറുസലേം. ഈ കാലഘട്ടത്തിലും യഹൂദരുടെ ആസ്ഥാനപുരി എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്. അറബികൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കുമൊക്കെ ഏറെ അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യമായ ഒരു പട്ടണം. ഈ പട്ടണവുമായി ബന്ധപ്പെട്ട് അന്നും ഇന്നും എക്കാലത്തും ഏറെ നനുത്ത ഓർമ്മകളാണ് ഇസ്രായേലിൻ്റെ ഏതൊരു മക്കളുടെയും ഹൃദയത്തിൽ ഉണ്ടാവുക. എന്നാൽ നമുക്കറിയാം, പലവട്ടം ശത്രു രാജ്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട്, പലവട്ടം അതിൻ്റെ ഗ്രാമാന്തരങ്ങൾ, അതിൻ്റെ പട്ടണത്തിലെ വിശദാംശങ്ങളെല്ലാം അഗ്നിക്കിരയാവുകയും സമൂലം നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്ത വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഈ സമൂഹത്തിൻ്റെ ഒക്കെ മധ്യേ ഉണ്ട്. ഇവയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ജെറുസലേം നഗരത്തെ നോക്കി വിലപിക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ കാണുക. ഏക്കർ കണക്കിന് ഭൂമികയുടെ നടുവിൽ ജെറുസലേം ദേവാലയം പടുത്തുയർത്തി, അതിനു ചുറ്റും 2-3 മതിലുകൾ പണിതുയർത്തി, ഏതൊരു ജനതയ്ക്കും ആക്രമിച്ച് കീഴടക്കാൻ പോലും പറ്റാത്തവണ്ണം ശക്തമായ കോട്ടക്കത്തളങ്ങളോടുകൂടി പണിതുയർത്തപ്പെട്ട നഗരം. ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പുകൾ നടത്തപ്പെടുന്ന നഗരം. പക്ഷേ ജെറുസലേം പുത്രിമാരോട് ഈശോ പ്രവചിച്ചതുപോലെ കൃത്യമായി അത് നടന്നു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക എന്ന് ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച ഈശോ തമ്പുരാൻ ഒരു കാര്യം നമ്മളെ ഇന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറുസലേം ആക്രമിക്കപ്പെട്ടു. ജെറുസലേം നാശകൂമ്പാരമായി മാറി. പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിച്ച പോലെ നിങ്ങളെയും ഞാൻ ചേർത്ത് പിടിക്കാൻ എത്രയോ ആഗ്രഹിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലിടം നേടിയ ആ സ്ഥലത്തിൻ്റെ പുണ്യമായ ഓർമ്മകൾ ഈശോയുടെ മനസ്സിൽ വിങ്ങുന്ന നൊമ്പരമായി മാറുന്നുണ്ട്. ജെറുസലേം നാശകൂമ്പാരമാകുന്നു. ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാകുന്നു. സമൂലം നശിപ്പിക്കപ്പെടുന്നു. ഇന്നും ഇസ്രായേൽ ജനതയുടെ ഒരു വേദന എന്ന നിലയിൽ, യഹൂദരുടെ കണ്ണീരെന്ന നിലയിൽ ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ തകർന്നു പോയൊരു മതിൽ മാത്രം ഇന്നും അവശേഷിക്കുന്നുണ്ട്. ആ മതിലിൽ തലവെച്ച് കരയുന്ന യഹൂദരുടെ ചിത്രം വിശുദ്ധ നാടിൽ പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വേദനയുടെ ചിത്രമാണ്. എന്തേ ജെറുസലേം പരിത്യജിക്കപ്പെട്ടത്? ജെറുസലേം ശത്രുക്കളുടെ, ദൈവഭയമില്ലാത്തവരുടെ, ദൈവനിഷേധികളുടെ, ദൈവത്തെ വെറുക്കുന്നവരുടെ അഭയകേന്ദ്രമായി മാറിയപ്പോൾ ആ നഗരത്തെ തന്നെ ദൈവം കൈവിടുക. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തെ ജെറുസലേം എന്ന വാക്കിന് പകരം എൻ്റെയും നിങ്ങളുടെയും പേര് ചേർത്ത് വെച്ച് ആ വചനമൊന്ന് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ഈശോ പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മളെക്കുറിച്ചാണെന്ന് നമുക്ക് വ്യക്തമാകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം കരുപ്പിടിപ്പിക്കാൻ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ കൈപിടിച്ച് നടത്താൻ എന്തോരെ ആഗ്രഹിച്ചു നമ്മുടെ തമ്പുരാൻ. എന്നിട്ടും പാപത്തിലേക്ക്, തിന്മയിലേക്ക്, ജഡികാസക്തികളിലേക്ക്
നമുക്ക് വീണു പോകുന്നുണ്ട് എങ്കിൽ ദൈവം നമുക്ക് വിധിയാളനായി വരട്ടെ. എന്നെയും നിങ്ങളെയും ശപിക്കുന്ന ഒരു ദൈവം ഈ ഒരു മേഖലയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ, ദൈവസ്വീകാര്യതയുടെ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ സന്തോഷവും അവിടുത്തെ മുറുകെ പിടിക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യവും അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള മക്കളായിട്ട് മാറാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.